പാലക്കാട് ഭാഗത്തെ ചെങ്ങല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ ജാഥയിൽ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നന്നായി മേക്കപ്പ് ചെയ്ത് ഒരു കയ്യിലൊരു വടിയൊക്കെ കൊടുത്ത് ഒരു ഹാറ്റൊക്കെ വെച്ച് അങ്ങനെ അവരെങ്ങനെ അണിയിച്ചൊരുക്കിയ വാഹനത്തിൽ മുകളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികളൊക്കെ വലിയവരൊക്കെ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, ഈ കാണുന്ന പോലെ മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ പേക്കൂത്ത് കളിക്കുകയാണ്. ഈ കുട്ടിയെ നോക്കിയിട്ട് സലാം ചെല്ലാൻ, നബിക്ക് സലാം ചെല്ലുന്ന പോലെ, കാരണം മുഹമ്മദ് മുസ്തഫ എന്ന പേരിട്ടുള്ള കുട്ടിയാണ്. അപ്പോ അന്ന് അവിടെ മുജാഹിദ് പള്ളി പണിയെടുക്കുന്ന കോൺട്രാക്ടറായ ബാബു ചോദിച്ചു മുജാഹിദ് പ്രവർത്തകരോട്, ഇത് നിങ്ങളുടെ ഉണ്ണി മുഹമ്മദാണോ? എന്താണ് ഇത് നിങ്ങളുടെ ഉണ്ണി മുഹമ്മദാണോ എന്ന്. സഹോദരങ്ങളെ, എന്താണ് ചോദിക്കുന്നത്? ഇത് നിങ്ങളുടെ ഉണ്ണി മുഹമ്മദാണോ എന്ന്. കാരണം എന്താ? പള്ളിപ്പെരുന്നാളിൽ ഉണ്ണിയേശുവിനെ കാണുന്ന, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തിയിൽ ഉണ്ണികൃഷ്ണനെ കാണുന്ന, കൃഷ്ണ ജയന്തിയിൽ ഉണ്ണികൃഷ്ണനെ കാണുന്ന ആ ബാബു വിചാരിച്ചത് എന്താണ്? ആ ബാബു വിചാരിച്ചത് ഇത് മുസ്ലിങ്ങളുടെ ഉണ്ണി മുഹമ്മദാണ്. അതോടുകൂടി ആ മഹലില് ഒരു കൊല്ലം റബീഉൽ അവ്വൽ ആഘോഷം നിർത്തിവെച്ചു. പണിഷ്മെന്റ്. പിറ്റത്തെ കൊല്ലം പിന്നെയും തുടങ്ങി, ഇതൊന്നും ഇല്ലാതെ. അപ്പൊ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മുജാഹിദുകൾ ഇതുപോലെ ക്ലിപ്പിട്ടുകൊണ്ട് സമൂഹത്തിൽ ബോധവൽക്കരണം നൽകും. അതോടുകൂടി പിന്നെ തീരെ സുന്നത്തെ ജമാഅത്തിന്റെ ഒരു ലാഞ്ചന പോലും ഞങ്ങൾക്കില്ല എന്ന് ആളുകൾ മനസ്സിലാക്കും എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോഴും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ബുർദ ആസ്വാദന മജ്ലിസ് എന്നും പറഞ്ഞ് സഹോദരങ്ങളെ ആ പാതിരാവില് യുവാക്കളെ ആടിപ്പാടി തിമർക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്രയോ ഓർക്കസ്ട്രാ ട്രൂപ്പുകളെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴിങ്ങനെ മൗലിദുകളൊക്കെ കൊഴിപ്പിക്കുന്നത് നമ്മൾ കണ്ടുവരികയാണ്. വരും ഭാവിയിൽ ഇതുപോലെയുള്ള പേക്കൂത്തുകളൊക്കെ റസൂലിന്റെ പേരിൽ നടക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല നമ്മെ സഹായിക്കട്ടെ. അല്ലാഹുവിന്റെ പിന്നെ പരിശുദ്ധ ഇസ്ലാം അത് തനതായ രൂപത്തിൽ നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട സംരംഭമാണ് സഹോദരങ്ങളെ ഇത്. അതുകൊണ്ടാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വായിലായി അറിയപ്പെടുന്ന തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പോലും അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ എന്താ പറഞ്ഞത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലവി 1-ാം ഭാഗം നോക്കേണ്ടതാ. മൗലൂദ് കഴിക്കുക എന്ന സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് കൊണ്ടുവന്നതല്ല, താബീങ്ങൾ ചെയ്തതല്ല, താബീങ്ങൾ കൊണ്ടുവന്നതല്ല. മറിച്ച് പിന്നെ ഈജിപ്ത് ഭരിച്ചിരുന്ന മുദഫർ രാജാവെന്ന ഷിയാ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് വന്നത്. അത് വ്യക്തമായിക്കൊണ്ട് ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ സയ്യിദ് ബക്കരിയുടെ വാചകം ഉദ്ധരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സയ്യിദ് ബക്കരി ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? കാല സഖാവി പറയുന്നു, ഇന്ന അമൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി الثلاث واول من احدثه من الملوك الملك المظفر അബൂ സാഹിബ് ഹെർബൽ ഭരിച്ച മുദഫർ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഈ മൗലിദിന് ആദ്യമായി തുടക്കം കുറിച്ചത്. ഇത് നമുക്ക് വേണോ മുഅ്മിനുകളെ? നമുക്ക് സ്വർഗം നേടാൻ അല്ലാഹുവിന്റെ റസൂൽ തന്ന, സ്വഹാബത്ത് സ്വീകരിച്ച, അഹ്ലു സുന്നത്തിന്റെ ഇമാമുകൾ സ്വീകരിച്ച നടപടി പോലെ. എന്നാൽ ഈ റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ടവരെ, ഇന്ന് വീടുകളിലും പള്ളികളിലും വളരെ ആദരവോടുകൂടി തലയിണക്ക് മുകളിൽ വെള്ള തുണി വിരിച്ച് ഉലുവാനും കുന്തിരിക്കവും പുകപ്പിച്ച് ചൊല്ലുന്ന മങ്കൂസ് മൗലിദുണ്ടല്ലോ, ഷറഫുണ്ടല്ലോ, സുബ്ഹാന മൗലിദുണ്ടല്ലോ, അശറക്ക ബൈത്തുകളുണ്ടല്ലോ, സലാം ബൈത്തുകളുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ ഓതിയിട്ടുണ്ടോ? അർത്ഥം പഠിച്ചിട്ടുണ്ടോ? അതിലൂടെ റസൂലുള്ളാഹിയുടെ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, അല്ലാഹു പഠിപ്പിക്കാത്ത ശിർക്കൻ വിശ്വാസങ്ങൾ വരെ പഠിപ്പിക്കുന്നു. എന്താണ് അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചത്? സൂറത്തുൽ മുഅ്മിൻ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ നാഥനിതാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി,
സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഈ ഇബാദത്താകുന്ന ദുആയുണ്ടല്ലോ, അത് എനിക്ക് നൽകുന്നതിൽ ആരെങ്കിലും അഹങ്കരിച്ചാൽ അങ്ങനെ ആ ഉള്ള ആളുകൾ നരകത്തിൽ പോകും നിന്യമായിക്കൊണ്ട്. അപ്പൊ അള്ളാഹിനോട് മാത്രം നിങ്ങൾ ദുആയിരക്കണം, കാരണം അത് ഇബാദത്താണ്. അദ്ദുആഹു അൽ ഇബാദ, പ്രാർത്ഥന ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ നൽകാവൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 20-ാമത്തെ ആയത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിനോട് ഉറക്കെ പറയാൻ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഖുൽ പറയൂ നബിയേ, ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ദുആ ഇരക്കുകയുള്ളൂ. അതിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. കാരണം അത് ശിർക്കാണ്, ബഹുദൈവ ആരാധനക്ക് തുല്യമാണ്, നരകത്തിൽ ശാശ്വതമായി പോകുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന ഒരു ജിന്നിനോടായാലും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് മുസ്ലിം ജിന്നായാലും കാഫിർ ജിന്നായാലും ശിർക്ക് തന്നെയാണ്. മലക്കിനോട് ദുആ ചെയ്താലും ശിർക്ക് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരു സിദ്ധനോട്, ബാബയോട്, അമ്മയോട്, ആരോട് ദുആ ചെയ്താലും ശിർക്കാണ്. ആ അർത്ഥത്തിലുള്ള ഇസ്തിഹാസ നിർവഹിച്ചാലും അത് പച്ചയായ ശിർക്ക് തന്നെയാണ്. അത് പുഴയിലായാലും ശിർക്ക്, തോട്ടിലായാലും ശിർക്ക്, കുളത്തിലായാലും ശിർക്ക്, കടലിലായാലും ശിർക്ക്, വിമാനത്തിലായാലും ശിർക്ക്, ആട്ടുതൊട്ടിലിൽ ഭക്ഷണം കഴിച്ച് ആടിപ്പാടി നല്ല സമാധാനത്തിലായാലും ആ ദുആ അല്ലാത്തവർ നടത്തിയാൽ ശിർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹുവിന്റെ കൂടെ ആ മലക്കുകളോടും ജിന്നുകളോടുമൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മുജാഹിദുകളുടെ കൂട്ടത്തിൽ നിന്ന് പച്ചയായ ശിർക്കാരോപണോ അത് നിർവഹിക്കുന്ന ആളുകൾ ഒരു വലിയ അപരാധം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതില്ലാത്ത സംഗതിയാണ്. എന്നാൽ ഇന്നിവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് തേടുന്ന ഈ മൗലിദിലൂടെ പ്രാർത്ഥിക്കുന്ന വരികൾ നമ്മൾ കാണുന്നില്ലേ? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി ഇലാഹി. യാ സയ്യിദി, എന്റെ നേതാവായ നബിയേ, യാ സനദി, എന്റെ അവലംബമേ, ഖുദ് ബിയദി, എന്റെ കൈപിടിക്കണേ റസൂലേ, മാലി സിവാക വലാ അൽവി ഇലാഹി. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, ഞാൻ മറ്റൊരാളിലേക്കും തിരിയുന്നുമില്ല. കൃത്യമായി റസൂലിനെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇർതഖബതു അലൽ ഖത ഗൈറ ഹസ്രിൻ ബഅദ ലക അഷ്ഖു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമേ അറ്റമില്ല ഞാൻ കേറി, തങ്ങളോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. തെറ്റുകുറ്റങ്ങൾ ചെയ്തവൻ അല്ലാഹുവോടല്ലേ തൗബ ചെയ്യേണ്ടത്, റബ്ബിനോടല്ലേ ഇസ്തിഗ്ഫാർ തേടേണ്ടത്. അത് അല്ലാഹു പഠിപ്പിച്ചതല്ലേ, റസൂലുള്ള പഠിപ്പിച്ചതല്ലേ. എന്നാൽ ഈ റസൂലിന്റെ പേരിൽ പിൽക്കാലത്ത് സഹാബത്തോ താബിഈനോ തബഉ താബിഈങ്ങളോ ഇമാമുകളോ പഠിപ്പിക്കാത്ത പഴച്ച വിശ്വാസമാണ്. ഇത് നമ്മൾ കൈയൊഴിക്കണം സഹോദരങ്ങളെ. മറിച്ച് അല്ലാഹു പറയുന്നു 39-ാം അധ്യായം സൂറത്ത് സുമർ 53-ാമത്തെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തം നഫ്സിനോട് അങ്ങേയറ്റം പാപങ്ങൾ ചെയ്തവരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട. അള്ളാഹുലേക്ക് നേർക്കുനേരെ കൈയുയർത്തിയാൽ അള്ളാഹു തട്ടിക്കളയുമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞാലും അത് ശരിയല്ല. അള്ളാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അങ്ങേയറ്റം പാപം പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ. ഇങ്ങനെ കൃത്യമായി പ്രഖ്യാപിച്ച പഠിപ്പിച്ച തൗഹീദിന്റെ ധ്വജവാഹകനായ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന വരികൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇത് ശരിയാണോ മുസ്ലിംകളെ? അതുപോലെ മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ പരിശുദ്ധ റമദാനിന്റെ 17-ാം രാവിലെ ബദരീങ്ങളുടെ പേരിൽ പോത്തിനെ
അറുത്ത് 313 പത്തിന് നേർച്ച കൊടുത്ത് ആ രൂപത്തിൽ ബദരീങ്ങളുടെ പേരിൽ മൗലിദ് ആണ്ടുകൊണ്ടാടി ബദർമാലയിലൂടെ ബദർ മൗലിദിലൂടെ ബദരീങ്ങളെ വിളിച്ച് തേടുന്നവരുണ്ടല്ലോ. ബദരീങ്ങൾ പ്രഖ്യാപിച്ച ആദർശം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം വരവേൽപ്പിക്കണമെന്നാണ്, ആ റബ്ബിനെ മാത്രം വിളിച്ച് തേടണമെന്നാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവരാണ് ബദരീങ്ങൾ. അവരെ നമ്മൾ ആദരിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. അല്ലാത്തവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല, പക്ഷേ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് പറയുന്നതോ ഇതിനെ എഴുതിക്കാരുതൂക് ഇതമാകമില്ല കളവീനതെന്നോർ മതിലുകൾ പൊട്ടേലും തീയുകൾ കത്തേലോ മറ്റും തീത്തേനോ വരില്ലാതെന്നോ വരീ. ബദരീങ്ങളുടെ പേര് എഴുതി വെച്ചിച്ച് അവരെ തവക്കുലാക്കി വീട്ടിൽ നിന്ന് ഹജ്ജിന് പോയാലോ യാത്ര പോയാലോ കച്ചവട ആവശ്യം പോയാലോ വീട്ടിലൊരു തീപിടുത്തമോ അപകടമോ മോഷണമോ ഒരു പ്രയാസവും ഉണ്ടാവില്ല. സഹോദരാ, ഇത് അല്ലാഹുവിനെ മനസ്സിലാക്കാത്തതല്ലേ? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹ് നിങ്ങൾ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്ന സമയത്ത് അവിടെ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് അന്ധശ്വാസം വലിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് ബോധവൽക്കരണം നൽകിയില്ലേ, അവിടെ നിന്ന് ഉപദേശിച്ചില്ലേ എന്ത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം സാലിഹിൻ മസാജിദാ. ജൂത ക്രിസ്ത്യാനികൾ അല്ലാഹു ശപിക്കട്ടെ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്താണ് കാരണമെന്നറിയുമോ? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം, അതുപോലെ അവർ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഇബാദത്ത് അള്ളാഹ്ക്ക് നൽകേണ്ടത് അവിടെ കൊണ്ടുപോയി കൊടുത്തു. സ്വാലിഹ്യങ്ങളുടെ ഖബറുകൾ കെട്ടിയുയർത്തപ്പെട്ടു. അതുപോലെ തന്നെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അവിടെ നേർച്ച കൊടുത്തു, അവിടെ സുജൂദ് ചെയ്തു, അവിടെ പോയി സങ്കടങ്ങൾ പറയുന്നു. അതുകൊണ്ട് അവരെ ശപിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ ഒരു മുസ്ലിമിന് ഒരിക്കലും ഖബർ കെട്ടിയുയർത്താൻ പാടില്ല, അവിടെ പോയി ആ കില്ല മുത്താൻ പാടില്ല, അവിടെ പോയി ഖബറാളിയോട് തേടാൻ പാടില്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്തുണ്ട്, അത് സുന്നത്താകപ്പെട്ട ഖബർ സിയാറത്താണ്. നമ്മുടെ വാപ്പാന്റെ ഉമ്മാന്റെ ജേട്ടന്റെ സഹോദരന്റെ സുഹൃത്തുക്കളുടെ ഖബർ അത് നമ്മൾ സന്ദർശിക്കണം. അത് മുജാഹിദുകൾ ധാരാളമായി ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണോ, മരണചിന്ത നമുക്കുണ്ടാവുകയും ചെയ്യോ. എന്നാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നാടിന് പുറത്തുമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളെയും അവിടുത്തെ പുരോഹിതന്മാര് ഉസ്താദന്മാര് വഴിതെറ്റിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ജാറം പൊക്കുകയാണ്. ഈ രൂപത്തിൽ ഖബർ വ്യവസായം നടക്കുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് എന്തിനാ ആ ഖബറാളിയോട് തേടുകയാണ്. അന്യമത വിഭാഗത്തിൽപ്പെട്ട അമുസ്ലിങ്ങളായ ആളുകൾക്ക് ശുദ്ധമായ ഏകദൈവ ആരാധന പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആകാശങ്ങളുടെ ഭൂമിയുടെ അതിനിടയിലുള്ളതിന്റെ സംരക്ഷകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവരെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ, അവന്റെ മുമ്പിൽ നിങ്ങളെ ശിരസ് നമിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ക്ഷണിക്കേണ്ട പണ്ഡിതന്മാരെ പോലും ഈ ജാറത്തിന്റെ പരിസരങ്ങളിൽ അമുസ്ലിങ്ങളെ പോലും കൊണ്ടുവന്ന് അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്ന അമുസ്ലിങ്ങളെ പോലും ഈ രൂപത്തിൽ ചൂഷണം ചെയ്യുകയല്ലേ നമ്മൾ കാണുന്നത്. അജ്മീർ, നാഗൂർ, ഏർവാടി, മുത്തുപ്പെട്ട, മുനമ്പം തുടങ്ങി കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ജാറകളിലേക്കും ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് പോലും സിയാറത്ത് പോയി അവിടെ പോയൊക്കെ പൊരുത്തം വാങ്ങി തൗഹീദിന്റെ നിറകുണങ്ങളായി മാറാൻ പോകുന്ന ആളുകൾ ആ ലക്ഷ്യങ്ങൾ പോലും നഷ്ടപ്പെടുത്തി ശിർക്കൻ വിശ്വാസവുമായി ഹജ്ജിന് പോയി തിരിച്ചു പോരുന്ന അവസ്ഥ. എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെ സംരക്ഷിച്ച് തനതായ സ്വഹാബത്തിന്റെ ജീവിത മാർഗം പരമാവധി ജീവിതത്തിൽ സ്വീകരിച്ച് ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്ന മുജാഹിദുകളെ പുത്തൻവാദികളായി കാണുന്നവർ കാട്ടിക്കൂട്ടുന്നത് നിങ്ങളൊന്ന് കാണുക. അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്കറിയാം. അവിടെ കാണുക നിങ്ങൾ സഹോദരങ്ങൾ, എന്തൊക്കെയാണ് അവിടെയുള്ള അനാചാരങ്ങൾ. സുൽത്താൻ മഹ്മൂദ് ഖിൽജി പണി കഴിപ്പിച്ചതാണ് അജ്മീരിലെ കവാടം. ഇത് ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. അജ്മീരിലെ മറ്റൊരു പ്രധാന കെട്ടിടം സഹനൈ ചിരാഗ് അഥവാ വിളക്കുമന്ദിരം ആണ്. മാർബിൾ കൊണ്ട് പണി കഴിപ്പിച്ച ഒരു മണ്ഡപമാണിത്. ഇതിന് നടുവിൽ സ്ഥാപിച്ച വിളക്ക് ഒരു പൂജാ വിഗ്രഹം പോലെയാണ് കണക്കാക്കപ്പെടുന്നത്.
ഈർ വസീർ ഹുസൈൻ ഷഹീദ് എന്ന രക്തസാക്ഷിയുടേതാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനകത്ത് ആളില്ലെന്നും ഷഹീദ് മറ്റൊരിടത്തേക്ക് മാറിക്കിടക്കുകയാണെന്നും പറയുന്നു. അജ്മീരിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ വലിയ ചെമ്പുപാത്രങ്ങളാണ്. ഉറൂസ് ദിനങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ഇവ ബുലന്ദ് ദർവാസക്കടുത്തായി സ്ഥാപിച്ചിരിക്കുന്നു. ഇവയിൽ കാണിക്കയർപ്പിക്കുന്നതും പണവും മറ്റും നിക്ഷേപിക്കുന്നതും ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് ഉപകരിക്കുമെന്നാണ് വിശ്വാസം. വലിയ ചെമ്പിൽ ഒരു ദിവസം 60,000-ഓളവും ചെറിയ ചെമ്പിൽ 25,000-ഓളവും രൂപ ലഭിക്കുമെന്നാണ് പറയുന്നത്. ജനങ്ങൾ ഇവയെ ഭക്തിപൂർവം വണങ്ങുന്നത് കാണാം. ഖാജ ഫരീദുദ്ദീൻ ചില്ല, ഷെയ്ഖ് റൂഹാനിയയുടെ ചില്ല, മുഈനുദ്ദീൻ ചിശ്തിയുടെ ചില്ല, കുത്തുബുദ്ദീൻ ഖത്തിയാരുടെ ചില്ല, ഖാജ കാനൂൻ സാഹിബിന്റെ ചില്ല എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്. रोशनाई पड़ जाती है। ये निकालो आप, मजार का नहीं निकालना है इनको, मजार का तो एक भी नहीं निकालना है इनको। हाँ, हर की आमद वर्दा रब खाली रब घर से खाली बूद रोज़े अलस, जिसकी किस्मत में अल्लाह का तरीका ये है। जन्नत दरवाजा जो फ्रंट देखा था हमने, ये गेट खुलता है और सामने वाला गेट खुलता है, वो भी बना लो। सैयद साहब को भी निकालो, ये सैयद साहब है हमारे। ഖബറുകളുമായി ബന്ധപ്പെട്ട് നടമാടുന്ന അനിസ്ലാമികതകൾ എണ്ണമറ്റവയാണ്. മക്ബറകൾക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നവരെയും സുജൂദ് ചെയ്യുന്നവരെയും ഇവിടെ എമ്പാടും കാണാം. ഹിന്ദുക്കൾ നിരവധി പേർ ഇവിടെ തീർത്ഥാടനത്തിനെത്തുന്നു. നവദമ്പതികൾ അജ്മീർ ദർഗയിൽ വന്ന് വഴിപാട് കഴിക്കുന്നു. ഇത് ദാമ്പത്യത്തിനും ദീർഘായുസിനും ഉപയുക്തമെന്ന് ഇവിടത്തുകാർ വിശ്വസിക്കുന്നുണ്ട്. ഇവരെ പരമാവധി ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, ഇവരെ കൊണ്ട് തങ്ങൾ നടത്തുന്ന ആചാര വൈകൃതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ആചരിപ്പിക്കുന്നതും കാണാം. जो वकील करोगे तो नाम से तारीख देगी यानी बुलाया जाएगा, तो हम यहाँ के वकील हैं, ये भी मवक्किल हो जाएंगे सरकार के दरबार के। आशी का खाजा, हम खादी में खाजा। हमारा काम है दुआ करना, इनका काम है सरकार में अर्पण करना। ये महादेव पर बहुत फर्क लगेगा अब इसके बाद नहीं है, उसको देंगे आप। बिल्कुल आप लेंगे वाला ഹൈന്ദവ വിശ്വാസികളെ കൊണ്ട് ഉളുവെടുപ്പിക്കുക, സുജൂദ് ചെയ്യിപ്പിക്കുക, തൊപ്പിധരിപ്പിക്കുക, പൂത്താലം ചുമപ്പിക്കുക, ഷിയാക്കളുടെ പ്രാർത്ഥനകൾ ഉച്ചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു. ഈ ഖബർ പൂജാ കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ആരാധനയാണ് പുഷ്പാർച്ചന. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി നേർച്ചയാക്കിയ ആയിരക്കണക്കിന് ഭക്തരാണ് ഒരു ദിവസം ഒഴുകിയെത്തുന്നത്. ഷിയ ആചാരപ്രകാരം ഇവിടെ നടമാടുന്ന ഒട്ടേറെ ആരാധനാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുഈനുദ്ദീൻ ചിശ്തിയുടെ പിന്മുറക്കാർ എന്നവകാശപ്പെടുന്നവർ തമ്മിൽ മത്സരിക്കുകയാണിവിടെ. ഷിയ വിശ്വാസങ്ങളും ആചാരങ്ങളും സുന്നി വിശ്വാസികളിൽ ഇന്ന് ഒട്ടേറെ സ്വാധീനം ചെലുത്തിക്കുന്നു. സഹോദരങ്ങളെ, വഫാത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തോടുകൂടിയാണ് ഉമ്മത്തിന് നൽകിയ താക്കീത് ഈ പുരോഹിതന്മാർ വലിച്ചെറിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്ത് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എന്റെ ഖബറിനെ ഒരു ഉത്സവപ്പറമ്പാക്കല്ലേ നാഥാ. ഖബറിടത്തിൽ ആ രൂപത്തിലുള്ള കൊട്ടും പാട്ടുകളും പുഷ്പാർച്ചനകളും ആനയും അമ്പാരിയും ചണ്ടമുട്ടും അതുപോലെയുള്ള പോർവിളികളുമൊന്നും പാടില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് അതെല്ലാം നടക്കുന്നു എന്നതാണ് വളരെ വേദനാജനകമായ അവസ്ഥ. ഇതിനൊന്നും കാര്യമായി മറുപടി പറയുവാൻ നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാർക്ക് ധൈര്യമുണ്ടാവില്ല. ഇതിൽ മറുപടി കൃത്യമായി പറയണമെങ്കിൽ നിങ്ങൾ പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്താ, നമ്മുടെ CD ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇതിന്റെ സംഘാടകർ പണ്ഡിതന്മാരെ വേണമെങ്കിൽ പ്രവർത്തകരെ ഏൽപ്പിക്കാം. എന്നിട്ട് ഇത് കൃത്യമായി നിങ്ങൾ ഓരോന്നും നമ്മളിവിടെ ആയത്തുകൾ, ഹദീസുകൾ, അതുപോലെ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ, അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള ഓരോ അനാചാരങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കേൾപ്പിച്ചിട്ട് ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസിൽ നിന്നും മഹാന്മാരായ സ്വഹാബത്ത് ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന കിതാബുകളിൽ നിന്നും നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക.
എങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ നമ്മളത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോ ഈ രൂപത്തിലുള്ള ഒരു പഠനം ഇവിടെ നടന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇവരെ സമൂഹത്തിന് മുമ്പിൽ കെട്ടിപ്പൊക്കിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വ്യാജമാണ് എന്ന് ബോധ്യപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് പലയിടങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറേയില്ല. പക്ഷേ പണ്ഡിതന്മാർ അന്ധമായി പിൻപറ്റിക്കൊണ്ട് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുന്നവരെ നമ്മൾ നമ്മുടെ ഖബറിൽ ഒറ്റക്കാണ്, നമ്മുടെ പരലോകത്ത് വിചാരണക്ക് ഒറ്റക്കാണ്, നമ്മെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ഈ രൂപത്തിൽ അന്യ മതവിഭാഗത്തിലെ ആളുകൾ പള്ളി പരിസരങ്ങളിൽ വന്ന് പള്ളി മുറ്റത്ത് വന്ന് കാട്ടിക്കൂട്ടുന്നത് തെറ്റായ വിശ്വാസങ്ങളാണ്. അവർക്കതിന് പ്രചോദനം നൽകുന്നത്, അവരെ അതിലേക്ക് നയിക്കുന്നതോ അവിടെയുള്ള മുസ്ലിങ്ങളുമാണ്. ഇത് കേരളത്തിനകത്തും എത്ര സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്, എത്രയെത്ര ജാരങ്ങളിലേക്കാണ്, എത്രയെത്ര പള്ളിമുറ്റത്തേക്കാണ് അമുസ്ലിം സഹോദരങ്ങൾ ഇതുപോലെ വന്ന് അവിടെയുള്ള മഖാമിൽ കിടക്കുന്ന ആളെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ പള്ളിയുടെ പരിസരത്ത് വന്ന് ഇതുപോലെ നേർച്ച കൊടുത്ത് തിരിച്ചു പോകുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമല്ല എന്ന് അമുസ്ലിങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ മുജാഹിദുകളല്ലാതെ ആരുമില്ല. ഇവരോ അമുസ്ലിങ്ങളെ പോലും ചൂഷണം ചെയ്യുകയാണ്. ഞങ്ങളുടെ നാടിനടുത്തുള്ള ചമ്മാട് പ്രദേശത്തിനടുത്തുള്ള മമ്പുറം, ആ മമ്പുറത്ത് സയ്യിദ് കുത്തുബ് അലവി സയ്യിദ് അലവി തങ്ങൾ, അദ്ദേഹം ജീവിതത്തിൽ ഒരു മനുഷ്യനെ ചൂഷണം ചെയ്തിട്ടില്ല. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയുമായി സ്വാതന്ത്ര്യ രംഗത്തൊക്കെ സഹോദരങ്ങളെ പരമാവധി സേവനം ചെയ്തിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബറ് മമ്പുറം പള്ളിക്കകത്ത് കൊണ്ടുവന്ന് അവിടെ പിന്നെ കെട്ടിയുയർത്തി എന്നിട്ട് ആ വരുമാനമുണ്ടാക്കുന്നു. എന്നാൽ ഇതുപോലെ ഏർവാടിയിലും അതുപോലെ കേരളത്തിനപ്പുറത്തൊക്കെ നമ്മൾ കാണുന്ന അങ്ങേയറ്റം വൃത്തികെട്ട ഇസ്ലാമല്ലാത്ത സംസ്കാര സമ്പ്രദായങ്ങൾ, അതൊന്നും ഇവിടെ നമ്മുടെ മക്കാമുകളിലും മമ്പുറം പള്ളി പോലെയുള്ള പള്ളികളിലൊന്നും നടക്കാറില്ല എന്ന് ഇനി നാളെ വന്നിട്ട് ആരും പറയരുത്. അവിടെ പോലും നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ നാട്ടിൽ ഈ ചമ്മാട് പരിസരത്തുള്ള കളിയാട്ടം എന്ന് പറയുന്ന കളിയാട്ടമുക്ക് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ മുസ്ലിങ്ങൾക്കൊരു ആചാരമുണ്ട്, കളിയാട്ടക്കാവിലേക്ക് കുതിരകൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അതൊരു ശിർക്കൻ വിശ്വാസമാണ്, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. നമുക്കത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാം, പക്ഷെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തടയാൻ പറ്റൂല. പക്ഷേ അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് സഹോദരങ്ങളെ മമ്പുറം പള്ളിയിലേക്ക് വന്ന് അവിടെ തെയ്യം തുള്ളി അവിടെ നേർച്ച കൊടുത്ത് തങ്ങളുടെ പൊരുത്തം വാങ്ങിയിട്ടാണ് അങ്ങോട്ട് പോണത്. അത് വെള്ളിയാഴ്ച ജുമാ ദിവസമാണ്. പണ്ഡിതന്മാര് നിസ്കാരം കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അത് നോക്കി ആസ്വദിക്കുകയാണ്. ആണും പെണ്ണും അവിടെ അനിസ്ലാമിക വേഷം ധരിച്ച് കൂടിയാടുകയാണ്. അവിടെ വന്നിട്ട് ഈ രൂപത്തിലുള്ള ഹറാമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ശരിയല്ലെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അവരെ പോലും ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കളിയാട്ടവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ CD യിൽ നിന്നാണ്, നമ്മളാരും ഉണ്ടാക്കിയതോ നമ്മളാരും പോയി റെക്കോർഡ് ചെയ്തതോ അല്ല. ആ CD വിതരണം ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം, അവരിൽ നിന്ന് തന്നെ വാങ്ങി കേട്ടാൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. ഒരുപാട് രംഗങ്ങൾ, അത് ഏറ്റവും പ്രസക്തമായ രംഗം എന്ന് കണ്ടോളൂ. കളിയാട്ടത്തിന് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഇവർ പ്രസിദ്ധമായ മമ്പുറം പള്ളിയിലേക്കാണ് ആദ്യത്തെ വരവ്. ഇവിടെ നിന്നും അനുഗ്രഹം വാങ്ങി പാടിക്കളിച്ച ശേഷം മാത്രമേ കളിയാട്ടക്കാവിലേക്ക് കുതിരകളെയും കൊണ്ട് പോകാറുള്ളൂ. കുതിരകളുമായി വന്നവർ മമ്പുറം പള്ളിക്ക് ഉള്ളിൽ പോയി അനുഗ്രഹം വാങ്ങി വരുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം.
സഹോദരങ്ങളെ, വേദനയോടുകൂടിയല്ലാതെ നമ്മൾ ഇതെങ്ങനെ കാണുന്നു? നോക്കി നിങ്ങൾ, സുന്നത്യമായതിന്റെ നടുക്കഷ്ടമാണ് ഞങ്ങളാണ് ഇവിടെ കേരളത്തില് സുന്നത്യമായത് പ്രചരിപ്പിക്കുന്നവർ. മാലിക് ദീനാറും കൂട്ടരും കൊണ്ടുവന്ന ദീന് അത് തകർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നവർ. ചിന്തിക്കുക, ആലോചിക്കുക. അതെല്ലാം യഥാർത്ഥത്തില് തനിച്ച ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക്, ആചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ ഇവിടെ സംജാതമായിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഖുത്ബുസ്സമാൻ മമ്പറം തങ്ങളുടെ മക്കാമുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നവർ, അങ്ങോട്ട് ക്ഷണിക്കുന്നവർ എത്രത്തോളമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആദർശത്തിന് ഘടകവിരുദ്ധമായ സന്ദേശമാ പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു സൂറത്ത് റഅദിലെ 13-ാമത്തെ ആയത്ത്, സൂറത്ത് ഫാത്തിറിന്റെ 13-14 ആയത്ത് എന്താ? ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ രക്ഷിതാവ്. ലഹുൽ മുൽക്കു, അവനാകുന്നു സർവ്വരാജാധികാരവും. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ മറ്റുള്ളവരെ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, മായം ലിഖൂന മിൻ ഖുത്മീർ, അവർ ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു തേടുന്നവരോട് അള്ളാഹു പറയുന്നു എന്ത്? ഈത്തപ്പഴക്കുരുവിന്റെ മുകളിൽ ഒരു നൈസായ പാടുണ്ട്. ആ പാട എത്ര കട്ടി കുറവാണോ അത്ര പോലും നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ, സഹോദരങ്ങളെ, നിങ്ങളുടെ ദുആക്ക് ഉടമപ്പെടുന്നവരല്ല, അത്രയും അശക്തരാണ്. കാരണം 10 പൈസ വകയില്ലാത്ത ഒരുത്തനോട്, 10 പൈസക്ക് വകയില്ലാത്ത ഒരുത്തനോട് നീ ഒരു 10 ലക്ഷം രൂപ എനിക്ക് തരണമെന്ന് പറയുന്ന പോലെയാണ്. അള്ളാഹ് പറയുന്നു, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമീഉ, കേൾക്കുവാൻ നിങ്ങൾ സങ്കല്പിച്ചാലോ വാദിച്ചാലോ, മസ്തജാബു ലക, ഒരു ഉത്തരവും ചെയ്യൂല. അവർ കേൾക്കുവാനോ ഉത്തരം ചെയ്യുവാനോ ആർക്കും സാധ്യമല്ല. മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്തത് ശിർക്കൻ പ്രവർത്തനമാണ്. അള്ളാഹുവിന് മാത്രം നൽകേണ്ട ദുആ, അള്ളാഹുവിന് മാത്രം നൽകേണ്ട നേർച്ച, അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട സുജൂദ്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകളോടാണ് നിങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ആ പടപ്പുകൾ നാളെ പരലോകത്ത് അള്ളാഹിന്റെ കോടതിയിൽ വരുമ്പോ അള്ളാഹു തആലയുടെ മുമ്പിൽ പറയും, റബ്ബേ ഇത് ശിർക്കാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ പോലെ പറഞ്ഞു തരാൻ മറ്റൊരു സൂക്ഷ്മജ്ഞാനി വേറെയില്ല. ഇത് ഖുർആൻ പറഞ്ഞതാണ്. ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ സലാഹുദ്ദീൻ ഫൈസി വന്നിവർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ പറയുന്ന വാചകം നിങ്ങൾ കേട്ടോളൂ. ഖുത്ബുസ്സമാൻ മമ്പറം തങ്ങളെ വിളിച്ചോ, അദ്ദേഹത്തിന് വിളിച്ചാൽ കേൾക്കാനുള്ള കഴിവും ഉത്തരം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് ശിർക്കിലേക്ക് നയിക്കുന്ന ഖുർആനിനെതിരായി പറയുന്ന വാചകം നിങ്ങൾ കേട്ടോളൂ. എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഖുത്ബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുത്ബുസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അല്ലാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി നേടണമെങ്കിൽ ഔലിയാക്കളെ സ്നേഹിക്കണം. അത് പറഞ്ഞത് ശരി തന്നെയാണ് മുസ്ലിയാരെ. പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ വിളിച്ചു തേടാൻ ഔലിയാക്കൾ പറഞ്ഞിട്ടില്ല, ബദരീങ്ങൾ പറഞ്ഞിട്ടില്ല, അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ കലാമാകുന്ന ഫുർഖാനുൽ അളീം അത് പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹു തആല പറഞ്ഞതെന്താണെന്ന് അറിയുമോ? വമയ്യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖിറ ലാ ബുർഹാന ലഹു ബി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് ഇബാദത്ത് ചെയ്യുന്നുവോ, ഇബാദത്തിന്റെ പരിധിയിലുള്ള ഏത് സംഗതികളും ചെയ്യുന്നുവോ, അതിന് ഖുർആനിൽ നിങ്ങൾക്കൊരു തെളിവുമില്ല. അത് അള്ളാഹ് പറയാത്തത്, അള്ളാന്റെ റസൂല് പറയാത്തത്, ഔലിയാക്കന്മാര് പറയാത്തത്, അവരുടെ പേര് വെച്ച് കെട്ടിക്കൊണ്ട് ആ രൂപത്തിൽ ശിർക്കിലേക്ക് ക്ഷണിക്കുകയാണ്. സമൂഹമേ, മുസ്ലിമീങ്ങളെ, ഈമാൻ പറ്റിയിട്ടില്ലാത്തവരെ,
അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു രക്ഷയും കിട്ടുകയില്ല. അള്ളാഹു പറയുന്നു സൂറത്തുൽ മാഇദയിലൂടെ 72-ാമത്തെ ആയത്തിലൂടെ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹു തആലയിൽ ആര് പങ്കുവെക്കുന്നുവോ, അവരിൽ ആര് ശിർക്ക് ചെയ്യുന്നുവോ, അവന് മേൽ അല്ലാഹു സ്വർഗം ഹറാമാക്കുന്നതാണ്, നരകം ശാശ്വതമാക്കുന്നതാണ്. ആ അക്രമികൾക്ക് ഒരു സഹായം അവിടെ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇവരൊക്കെ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തി വൽ ളലാലത്ത് പ്രചരിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ ഒറിജിനൽ സുന്നികളല്ല എന്ന് നാം പറഞ്ഞാൽ അതൊരു മുജാഹിദ് വേദിയിലുള്ള സംസാരമാണ്. പക്ഷെ നമ്മളല്ല പറയുന്നത്. ഈ സ്വാലിഹ്യങ്ങളുടെ പേരിൽ ഖബറുകൾ കെട്ടിയുയർത്തി കച്ചവടവൽക്കരിക്കുന്ന ആത്മീയ ചൂഷകന്മാരെ, ഖബർ കച്ചവടക്കാരെ റഹ്മത്തുള്ളാഹി കാസിമി മൂത്തേടം അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രബോധനത്തിൽ നന്നായി വിമർശിച്ചു. പക്ഷെ ആ വിമർശനവുമായി അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? പറ്റൂല. സത്യം തുറന്നു പറയണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരണം. കാരണം അപ്പുറത്ത് ആ ഖബർ കച്ചവടം ചൂഷണങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യകാലത്തത് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം അതൊക്കെ മാറ്റി തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അവർക്കനുസരിച്ച് ദീൻ പറയാൻ തുടങ്ങി. ഇനിയും അതെല്ലാം മാറ്റി പരലോകത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ലോകത്തുള്ള വിജയത്തിന് വേണ്ടി ഹക്ക് വെളിപ്പെടുത്തി പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും അവർക്കും എല്ലാം പ്രധാനം നൽകുമാറാകട്ടെ. കേട്ടോളൂ നിങ്ങൾ റഹ്മത്തുള്ളാഹി കാസിമി മൂത്തേടത്തിന്റെ ശക്തമായ ആ വിമർശന വാചകം. മനുഷ്യൻ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ആ ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക, ഈ കൗമ് ഈ നൗമ് നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവർ കച്ചവടത്തിന്റെ പാർട്ടിയാണ്. സുന്നി എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങളും മഹാന്മാരായ മഖ്ദൂം തങ്ങളും ആ മഖബറയിലൊക്കെ മറപെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ ഏത് സംസ്കാരമാണോ ഇവിടെ പഠിപ്പിച്ചത്, ഏത് രീതിയാണോ ആ രീതിയുടെ വക്താക്കളാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സഹോദരി. അപ്പൊ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംസ്കാരം ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന കാട്ടിക്കൂട്ടലുകളല്ല, മറിച്ച് അത് മഹാന്മാരായ ഇമാമുകൾ കിതാബുകൾ പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഖബർ കെട്ടിയുയർത്തുന്നതിനെ പറ്റി ഇസ്ലാമിന്റെ വിഷയം എന്താണ്, ഇസ്ലാമിന്റെ സമീപനം എന്താണ്, അത് മദ്ഹബിന്റെ കിതാബുകൾ വായിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ പല വലിയ സമസ്തയിൽ നിന്നും പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാ? ഈ കിതാബിൽ കണ്ട ഹക്ക് കൃത്യമായി തുറന്നു പറയാനാണ്. അതല്ലാതെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ഇവിടെ നന്നായി ചൂഷണം ചെയ്ത് മുജാഹിദുകളെ തെറ്റായ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചില മുസ്ലിയാക്കന്മാർ രംഗത്ത് വരാറുണ്ട്. അത് ഏത് ഹക്കിന്റെ വിഭാഗം എത്ര ശ്രദ്ധിച്ചാൽ, ഇപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പോലും മുനാഫിക്കൾ ഇസ്ലാമിന്റെ പേരിൽ തന്നെ പ്രവർത്തിച്ചത്, അവിടെ കൂടെ തന്നെ നീ ഷർറുണ്ടാക്കിയത് അതുണ്ടാവും. ആ രൂപത്തിലുള്ള നുണപ്രചരണങ്ങളും ഷർറും വിതക്കുന്ന ഒരുപാട് ആളുകൾ എത്ര ഹക്കിന്റെ വിഭാഗമായാൽ അതിനൊക്കെ കൂടെ ഉണ്ടാകും എന്ന് സാന്ദർഭികം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആ കിതാബുകൾ ഓല് ബോധ്യപ്പെട്ടിട്ട് അത് തുറന്നു പറയാൻ വേണ്ടിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് രംഗത്ത് വരികയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പുസ്തകം വായിക്കണ്ട, ഒരിക്കലും ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരുത്ത പണ്ഡിതന്റെ കേസറ്റ് കേൾക്കണ്ട, മറിച്ച് ഷാഫി മദ്ഹബ് അനുസരിച്ച് പഠിച്ചാൽ തന്നെ മതി. 99% ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിലേക്ക് മാറും. എന്തുകൊണ്ട്? അത് ഖുർആനിലുള്ളതാണ്, സുന്നത്തിലുള്ളതാണ്. അതുകൊണ്ട് ഖബർ കെട്ടിയുയർത്തുന്ന വിഷയത്തെ സംബന്ധിച്ച് മുൻകാലത്ത് എറണാകുളം ജില്ലയിലെ SKSSFന്റെ ഉന്നത സ്ഥാനത്ത് നിലനിന്നിരുന്ന ഉമ്മർ ഫൈസി കരുവാരക്കുണ്ട്, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളാണ്. അദ്ദേഹം കൃത്യമായി ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഖബർ വ്യവസായത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു, ഖബർ കെട്ടിയുയർത്തുന്നതിനെ പറ്റി എന്താണ് ഇസ്ലാമിന്റെ വിധി, അത് അദ്ദേഹം പറയും. കേട്ടോളൂ. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമതായി ഇമാം ഷാഫി ജാറം കെട്ടുന്ന കാര്യത്തിൽ എന്ത് നയമാണ് സ്വീകരിച്ചത്? മുജാഹിദുകൾ പറയുന്നു ജാറം കെട്ടാൻ പാടില്ല, അത് ബഹുദൈവാരാധനയാണ്, അപകടമാണ്. മുജാഹിദുകൾ പറയും. എന്നാൽ ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആളുകളോ അവര് ജാറം കെട്ടുന്നു. അപ്പൊ ആളുകളുടെ ധാരണ ഇതൊക്കെ ഷാഫി ഇമാം പറഞ്ഞു കൊടുത്തതാണോ? ഷാഫി ഇമാം പറഞ്ഞു കൊടുത്തതാണ് ജാറം കെട്ടാൻ. എന്നാൽ ഇമാം ഷാഫി എന്ത് പറഞ്ഞു? അദ്ദേഹം പറയുന്നു ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് കുമ്മായമിടുന്നതും അത് കെട്ടിപ്പൊക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എടുക്കാതിരിക്കലെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കെട്ടിപ്പൊക്കാൻ പാടില്ല. വലമ്മറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസ,
അൻസാരികളുടെയും മുഹാജിറുകളുടെയും കബറുകൾ കുമ്മായമിട്ടതായി ഞാൻ കണ്ടിട്ടില്ല. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാൻ തുബനൽ ഖുബൂർ, റസൂലുള്ള ജാരം കെട്ടിപ്പൊക്കുന്നതിനെ തടഞ്ഞിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. വഖദ് റഅയ്തു മിനൽ ഗുനാതി മൻ യഹ്ദിമു ബിമക്കാ മാ യുബ്നാ ഫീഹാ, മക്കായിലെ ഭരണാധികാരികൾ അവിടെ കെട്ടിപ്പൊക്കിയ ജാരങ്ങൾ തല്ലി തകർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫലമറൽ ഫുഖഹാ യഈബൂന ദാലിക, ഒരൊറ്റ പണ്ഡിതനും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ കോലത്തിൽ ഇമാം ഷാഫി പറഞ്ഞിട്ട് ഞങ്ങളുടെ ഷാഫി ഇമാമിന്റെ വാക്കാണ്, മൂപ്പരെ തക്ലീദ് ചെയ്ത് പോവുകയാണ് ഞങ്ങൾക്ക് ഇമാം ഷാഫി ഉണ്ട് എന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ നാളെ മഹ്ശറിൽ വന്ന് എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഹശ്റിന്റെ മൈതാനിയിൽ വരുമ്പോൾ ഈ ശിർക്കിന്റെ വാഹകരായ ആളുകളെ അടുപ്പിക്കില്ല എന്നതിൽ ആരും സംശയിക്കേണ്ടതില്ല. കിതാബ് തിരിയുന്ന ഇമാം ഷാഫിയുടെ തിരിയുന്ന, അറബി വായിക്കാൻ അറിയുന്ന, പള്ളി ദർസിൽ നിന്ന് ഇവിടെയുള്ള നിഷ്കളങ്കതയുടെ നിറകുടങ്ങളായ സാധാരണക്കാർ ചെലവ് നൽകി ഓടിപ്പടിച്ച മുത്തഅല്ലിമുകൾക്ക്, അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് ഇമാം ഷാഫിയുടെ ഉമ്മെന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം കാണാൻ കഴിയും. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന വിശ്വാസം എന്താണ്? യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്താണ്? അത് വേർതിരിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്തെല്ലാം നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് കലർപ്പില്ലാത്ത അഹ്ലുസുന്നയുടെ ആദർശമാണ്, കലർപ്പില്ലാത്ത ആദർശമാണ്. എന്നാൽ ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ ഈ പറഞ്ഞ സ്വലാത്തും ദിക്റുകളും അതുപോലെ പള്ളിയും അതുപോലെ തന്നെയുള്ള എല്ലാ ആത്മീയ മേഖലകളും ചൂഷണത്തിന് വിധേയമാക്കിയാല് മുസ്ലിയാക്കന്മാർ. അതുകൊണ്ടാണ് ഇവിടെ നാം ആ വിഷയങ്ങൾ ഓരോന്നും സമൂഹത്തിന് ബോധവൽക്കരണം നൽകിയപ്പോൾ ഒരു കാലത്ത് അതിനെയൊക്കെ വിമർശിക്കുവാൻ ഒരുമിച്ച് നിന്നവർ പോലും ഇന്ന് ഈ ചൂഷണങ്ങൾ അതിശക്തമായി രംഗത്ത് വന്നപ്പോൾ തന്റെ പാളയത്തിലുള്ളവരല്ലാത്തത് കൊണ്ട് തന്നെ വിമർശിക്കാൻ തുടങ്ങി. ഇപ്പൊ ഹമീദ് വൈസി അമ്പലക്കടവ് അദ്ദേഹം കോഴിക്കോട് 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് കാന്തപുരബൂക്കർ മുസ്ലിയാരുടെ ഈ ആത്മീയ രംഗത്തെ ചൂഷണങ്ങൾ, തട്ടിപ്പുകൾ പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരി മാത്രമാണ്, അള്ളാഹുവിന്റെ റസൂല് ദീനായി നൽകിയതൊക്കെ കച്ചവടവൽക്കരിച്ച ആളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇവരൊക്കെ ഒരു നാണയത്തിന് ഇരുവശങ്ങൾ തന്നെയല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ കച്ചവടവൽക്കരണങ്ങൾ എല്ലായിടത്തും ഇല്ലേ? അപ്പോൾ പിന്നെ ഇത് ഇസ്ലാം അല്ല എന്ന് മനസ്സിലാക്കാൻ ഇവരുടെ വാചകം തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ടത് കേൾക്കുക. ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന സംഭവിക്കാനും ഫലിക്കാനും കാരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ വർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ ഇവിടെ ഒരു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മാത്രമാണോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? ഇത്രയും കാലം ഇതൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ നടന്നിട്ടില്ലായിരുന്നോ? നടന്നിരുന്നു. പക്ഷേ അതിശക്തമായ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ തന്നെ, വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഒരു ആത്മീയ സാമ്രാജ്യം, ചൂഷണ സാമ്രാജ്യം പടുത്തുയർത്താൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറിൽപ്പെട്ട മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ തട്ടിപ്പ് നടത്തി. ആ തട്ടിപ്പിന്റെ ഭാഗമായി 40 കോടിയുടെ ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. 40 കോടിക്ക് വേണ്ടി പിരിവ് നടത്തി 100 കോടിക്ക് മേലെ പിരിച്ചെടുക്കുകയും എന്നിട്ട് ആ മുടിയുടെ പോരിശ പറഞ്ഞ് നാട് നീളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ അനുയായികളും സഹോദരങ്ങളെ ഈ സമുദായത്തെ ചൂഷണം ചെയ്തതിന്റെ ഭാഗമായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? കോഴിക്കോട് ഈ ഷെഹർ മുബാറക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു നാടകം. ആ നാടകം എന്താ? ബഹ്റൈനിലുള്ള അബൂദാബിയിലുള്ള ഖസറജി കുടുംബത്തിലെ അവിടുത്തെ ഭരണാധികാരിയായ ആ ഖസറജി കുടുംബത്തിലെ മുഹമ്മദ് അഹമ്മദ് അൽ ഖസറജി എന്ന് പറയുന്ന ഒരു രോമക്കച്ചവടക്കാരൻ, രോമസൂക്ഷിപ്പുകാരൻ, ഈ രോമസൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ രോമക്കച്ചവടക്കാരന് ഒരു മുടി കൊടുക്കുകയാണ്. ഈ മുടിക്കച്ചവടക്കാരൻ ഒരു മുടി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മുടി റസൂലുള്ളാഹിയുടേതാണെന്ന്
അവിടെ അറബിയിൽ സംസാരിക്കുകയും എന്നിട്ട് ഇത് റസൂലുള്ള വരെ എത്തുന്ന സനദ് ഇതാ ഇവിടെ വായിക്കുന്നു എന്ന് അവിടെ നുണ പറയുകയും ചെയ്തു. അത് പരിഭാഷപ്പെടുത്തിയ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ നുണക്ക് കൂട്ടുനിന്നു. അതുകൊണ്ട് തന്നെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് ഈ മുടി എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സനദ് വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് അപ്പോ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് 3 തവണ നമ്മൾ ആക്കിയതാണ്. ഒരു തവണ പറഞ്ഞിട്ടുള്ളൂ, അത് മനസ്സിലാകാൻ 3 തവണ ഇട്ടതാണ്. അപ്പൊ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് അബൂബക്കർ ഷെയ്ഖിലേക്ക് മുടി നീക്കം ചെയ്തത് എന്നാണ്. എന്ന സഹോദരങ്ങളെ, ഇവിടെ യഥാർത്ഥത്തിൽ അത് പരസ്യമായി വായിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സനദ് ഇന്ന് വരെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആകപ്പാടപ്പ ആ മുടിയുമായി ബന്ധപ്പെട്ട് സമസ്തയിലെ AP വിഭാഗത്തിൽ തന്നെ തമ്മിലടിയും കടിപിടിയും ഗ്രൂപ്പിസവും ഒരുപാട് ചേരിത്തിരിവുണ്ടായത് എന്താ? സനദില്ലാത്ത മുടി എന്നതുകൊണ്ടാണ്. അത് മുടി വ്യാജമാണെന്നതുകൊണ്ടാണ്. സനദ് അന്നേ കയ്യിലുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ഈ രൂപത്തിലുള്ള ആശയക്കുഴപ്പവും മംഗലാപ്പും പ്രയാസങ്ങളൊക്കെ? അപ്പൊ സനദ് വായിക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് EK വിഭാഗം പിന്തുടർന്നു. നമ്മൾ വരെ 2 കൂട്ടരും പിന്തുടർന്ന് പിടിച്ചു. ഒരു വില പിടിക്കാൻ ശ്രമിച്ചു, നമ്മൾ വരെ 2 കൂട്ടരും പിടിക്കപ്പെട്ടു. അങ്ങനെ EK വിഭാഗം പിടിച്ച് പിന്നാലെ നടന്ന് സനദ് ചോദിച്ചപ്പോൾ അവിടെ ഞങ്ങൾ വായിച്ചത് സനദല്ല, മറിച്ച് ഖസറജിയുടെ കുടുംബ പരമ്പര മാത്രമാണ് എന്നാണ് നസബയാണ് വായിച്ചത്. കേട്ടോളൂ അമീദ് വൈസി അമ്പലക്കടവ് പറയുന്നത്. ഇത് മുടിയുടെ പരമ്പരയല്ല, ഇത് അറബ് സഹോദരൻ അഹമ്മദിന്റെ കുടുംബ പരമ്പരയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതാ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പൊ തിരുത്തുന്നു. ശരിയാണ്, അത് മുടിയുടെ പരമ്പരയല്ല, അത് സംഗതി കുടുംബ പരമ്പര തന്നെയാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കി പറയാൻ അവസാനം